ഹായ് ഹലോ, ഇന്ന് കൊഞ്ച് തീയലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വൃത്തിയാക്കിയ കൊഞ്ച്, തേങ്ങ, കൊച്ചുള്ളി. നമ്മൾ തിരുവനന്തപുരംകാരുടെ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ മുരിങ്ങയ്ക്കായും പടവലങ്ങയും വഴുതനങ്ങയൊക്കെ ഞാൻ ഇടുന്നുണ്ട് അതിലേക്ക്. പിന്നെ ആസ് യൂഷ്വൽ യൂസ് ചെയ്യുന്ന പോലെ പച്ചമുളകും കറിവേപ്പിലയും തക്കാളി. ചൂടായ പാനിലേക്ക് തേങ്ങയും കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടി നന്നായിട്ട് വറുത്തെടുക്കുക. വറുത്തെടുത്ത ഈ തേങ്ങയിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇവയെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ച് മാറ്റിവെക്കുക. മാറ്റിയെടുത്തതിന് ശേഷം ഇത് മിക്സിയിലിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരച്ചെടുത്ത് മാറ്റിവെക്കുക. അതിനുശേഷം ഒരു ചട്ടിയിലേക്ക് പച്ച വെളിച്ചെണ്ണയും ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് കൊച്ചുള്ളി നല്ലതുപോലെ വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് വാടുമ്പോഴത്തേക്കും വാട്ടിയാൽ മതി കേട്ടോ. നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ആ വാടിയ കൊച്ചുള്ളിയിലേക്ക് പച്ചമുളകും തക്കാളിയിലിട്ട് അതും നല്ലതുപോലെ വാട്ടിയെടുക്കും. അതിനുശേഷം അതിലേക്ക് പച്ചക്കറികളെല്ലാം നമ്മൾ പറഞ്ഞ പച്ചക്കറികളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ താരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് അതിലേക്ക് കൊഞ്ചിട്ടതിന് ശേഷം ഉപ്പും ഇട്ട് അടച്ചു വെച്ച് വേവിക്കും. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ അതിലേക്ക് പുളിവെള്ളം, നമ്മുടെ മറ്റേ പിഴിഞ്ഞെടുക്കുന്ന പുളിയില്ല, അതിൻ്റെ പുളിവെള്ളം ആഡാക്കി അതും അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ആഡ് ചെയ്യുക. അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കുക. നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും കറിവേപ്പില ഇട്ട് അടച്ചു വയ്ക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ച കൊഞ്ച് തീയൽ ഇതാണ്.